ബി മെറ്റീരിയൽ അല്ലാത്ത ഒറ്റ ഒരാളേ ഉള്ളൂ ഇപ്പോൾ ഹൗസിൽ. അത് ഋഷിയാണ്, മുടിയനാണ്. ഒരു പക്ഷേ എന്നല്ല, മുടിയൻ ആൾ ജെനുവിനാണ്. പക്ഷേ ഒരു ബി മെറ്റീരിയൽ അല്ല, ആൾ ഭയങ്കര സെൻസിറ്റീവാണ്. തൊട്ടാവാടിയേക്കാളും സെൻസിറ്റീവാണെന്ന് പറയാം. എല്ലാം പേഴ്സണലി ആണ് എടുക്കുന്നത്. ഇത് ഗെയിമിന്റെ ഭാഗമായിട്ടാണെന്നോ അല്ലെങ്കിൽ ഇതൊരു ഗെയിം ആണെന്നോ ആൾ മനസ്സിലാക്കുന്നില്ല. എല്ലാവരും ഒരുപാട് സ്നേഹിച്ചിട്ട് അവരെന്തെങ്കിലും ചെറുതായിട്ടൊന്ന് നീങ്ങി നിൽക്കാൻ പറഞ്ഞാൽ പോലും അത് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ വിഷമിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയായിട്ടാണ് ഋഷിയെക്കുറിച്ച് എനിക്ക് തോന്നിയത്. അൻസിബ കൂടി ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ഋഷി പണ്ടേ മാനസികമായിട്ട് തളർന്ന് ഔട്ടായി പോയേനെ. ഇന്നത്തെ വിഷയം തന്നെ എടുക്കാം. ഇപ്പം സായിയും അതുപോലെ തന്നെ അപ്സര, അവരെല്ലാം നന്ദന, അവർക്ക് ഏൽപ്പിച്ച ഒരു പ്രാങ്കാണ് സാബുമോൻ നോറയെ ഉന്നം വെച്ചിട്ട്. അത് പോയിട്ട് കയറിക്കൊണ്ട് ശരിക്കും പറഞ്ഞ ഒരു വിക്ടിമായിട്ട് ചുമ്മാ ആവശ്യമില്ലാതെ കയറി അത് സ്വന്തം തലയിലാക്കിയിട്ടിരുന്ന് കരയുകയായിരുന്നു ഋഷി ചെയ്തത്. ശരിക്കും പറഞ്ഞാൽ തൊട്ടാവാടികൾക്ക് പറ്റിയൊരു ഇടമൊന്നുമല്ല ബിഗ് ബോസ് ഹൗസ്. മെന്റലി നല്ല സ്ട്രോങ് ആയിട്ടുള്ള ആളുകളാണ് ഈ ഹൗസിൽ വന്നാലേ ഗെയിം ഒരു രസമുള്ളൂ. എല്ലാം പെട്ടെന്ന് കേട്ടിട്ട് എല്ലാം സ്വന്തം പേഴ്സണലി എടുത്തിട്ട് തളർന്നു പോകുന്നവർക്ക് പറ്റിയൊരു ഇടമായിട്ട് എനിക്ക് തോന്നുന്നില്ല. കുറച്ചൊക്കെ സ്ട്രോങ് ആയിട്ടുണ്ടെങ്കിൽ വിജയിക്കാനായിട്ട് പറ്റും. അപ്പം ഈ പുറത്തുനിന്ന് പറയാനായിട്ട് എളുപ്പമായിരിക്കും. എന്നാലും ശരിക്കും ഋഷി എനിക്ക് അങ്ങനെ തോന്നുന്നു. ഒരു ജെനുവിൻ ആയിട്ടുള്ള, എല്ലാവരും സ്നേഹിക്കുന്ന, എല്ലാവരും തിരിച്ച് സ്നേഹിക്കണം, ആരും എന്നെ കുറ്റപ്പെടുത്താൻ പാടില്ല, അങ്ങനെയൊക്കെ വിചാരിക്കുന്ന ഒരാളായിട്ടാണ് തോന്നുന്നത്. ചിലപ്പോൾ ചെറുപ്പത്തിലേക്ക് ഉണ്ടായ എന്തെങ്കിലും ട്രോമ കൊണ്ടൊക്കെ ആയിരിക്കും. എന്ത് തന്നെയാണെങ്കിലും ഋഷി നല്ലൊരാളാണ്. പക്ഷേ ഒട്ടും ബി മെറ്റീരിയൽ അല്ല. ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഋഷി കരഞ്ഞ് പൊട്ടിത്തെറിക്കാൻ കാരണം ജിൻഡോ ആണ് അതിഥി പറഞ്ഞ കാര്യം, ജാസ്മിൻ ഇരിക്കെ സാബുമോൻ പറഞ്ഞ ഒരു കാര്യം ഋഷിയോട് പറഞ്ഞു കൊടുക്കുന്നത്. അത് HR-ന് കഴിവില്ലാത്തതുകൊണ്ടാണ് എന്ന് അതിഥി പറഞ്ഞു എന്ന്. അതോടെ കേട്ടപ്പോഴത്തേക്കും ആൾക്കങ്ങോട്ട് പൊളിഞ്ഞു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് ഋഷി അങ്ങോട്ട് ഭയങ്കരമായിട്ട് ഉൾക്കൊണ്ടുപോയി. എനിക്കൊരു കഴിവില്ലാന്നോ അല്ലെ അങ്ങനെ തോന്നിയെന്നൊക്കെ ഓർത്തിട്ടാണ് മുഴുവൻ വഴക്കമുണ്ടായത്. അതിൽ അപ്സര എന്തോ അഭിനയിക്കാൻ അറിയില്ലെങ്കിൽ പോകുന്നു, അങ്ങനെ എന്തോ പറഞ്ഞതിനാണ് ഋഷി എൻ്റെ ജീവിതം വെച്ചാണ് കളിക്കുന്നത്, എൻ്റെ കരിയർ വെച്ചിട്ടാണ് പറയണത്, എൻ്റെ കരിയർ വെച്ചിട്ട് പറയാൻ പാടില്ല, അപ്സര ഫേക്ക് ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പൊട്ടിത്തെറിച്ചത്. ജെനുവിനൊക്കെ ആണെങ്കിലും ഋഷി ബിഗ് ബോസ് ഹൗസിന് ഒട്ടും സ്യൂട്ട് ആവുന്നില്ല. ഇപ്പം എല്ലാം പേഴ്സണലി എടുത്തിട്ട് ആൾ സങ്കടപ്പെടുകയാണ്. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. മറ്റൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ഫ്രം വർഷ വ്യൂ.